കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.95%, S&P 0.77%, ഡോ ജോൺസ് 0.14% ഉയർന്ന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഒരു മിക്സഡ് റെസ്പോൺസ് ലഭിക്കുന്നതുകൊണ്ട് നിഫ്റ്റി ചിലപ്പോൾ 50 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സൂചനകളാണ് നൽകുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് 23,500 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ഇൻഡെക്സ് 0.29% ഉയർന്ന് 23,465 ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തേത് ഭാരതി എയർടെൽ. 2012-2015 കാലയളവിലെ സ്പെക്ട്രം അക്വിസിഷനുമായി ബന്ധപ്പെട്ട 7,904 കോടി രൂപയുടെ ലയബിലിറ്റീസ് കമ്പനി പേ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഭാരതി എയർടെലിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. അദാനി എൻ്റർപ്രൈസസിൽ പ്രൊമോട്ടേഴ്സ് 2% സ്റ്റേക്ക് അക്വയർ ചെയ്ത് അദാനി എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 71.93% നിന്നും 73.95% ഉയർത്തിയിട്ടുണ്ട്. ജുബിലന്റ് ഫാർമയുടെ US ബേസ്ഡ് സബ്സിഡറി കമ്പനി റേഡിയോ ഫാർമസി നെറ്റ്വർക്ക് എക്സ്പാൻഷന് വേണ്ടി 626 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. RVNL എന്ന കമ്പനിക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും 160 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും എന്ന രീതിയിലുള്ള ഒരു റൂമർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫോർമൽ പ്ലാൻ ഒന്നുമില്ല എന്ന ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഇറ്റാലിയൻ കെമിക്കൽ കമ്പനിയായ ഇൻഡസ്ട്രിയ കെമിക്ക എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചു. UV ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ലൈസൻസ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. വാഷു ഭഗ്വാനി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. പൂജ ലൈഷോർ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുമായി ചേർന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഈ കമ്പനി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ചില സ്റ്റോക്കുകളിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുകയും ചില സ്റ്റോക്കുകളിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസിൻ്റെ പ്രൊമോട്ടറായ ഹിന്ദുജ ഗ്രൂപ്പ് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ്റെ 1.28 ലക്ഷം ഷെയറുകൾ ജൂൺ 13 ട്രേഡിംഗ് സെഷനിൽ അക്വയർ ചെയ്തു. പൈസാലോ ഡിജിറ്റലിൻ്റെ പ്രൊമോട്ടർ 32 ലക്ഷം ഷെയറുകളാണ് ജൂൺ 14 ട്രേഡിംഗ് സെഷനിൽ അക്വയർ ചെയ്തത്. അഡ്വാൻസ് എൻസൈം ടെക്നോളജിയുടെ പ്രൊമോട്ടർ 2.34 ലക്ഷം ഷെയറുകൾ ജൂൺ 12-13 സെൽ ചെയ്തു. വെസ്റ്റ് ലൈഫിൻ്റെ പ്രൊമോട്ടർ 39,800 ഷെയറുകളാണ് ജൂൺ 11-12 ഓഫ്ലോഡ് ചെയ്തത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡസ് ടവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വോഡാഫോൺ ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യുന്ന ഇൻഡസ് ടവറിൻ്റെ $2.3 ബില്യൺ തത്തുല്യമായ സ്റ്റേക്കുകൾ വോഡാഫോൺ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ പേടിഎം, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. പേടിഎമ്മിൻ്റെ മൂവി ആൻഡ് ഇവൻ്റ് ടിക്കറ്റിംഗ് ബിസിനസ് സൊമാറ്റോ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സൊമാറ്റോ, പേടിഎം തുടങ്ങിയ 2 സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും 186 ലൈറ്റ് ഹെലികോപ്റ്റർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 45,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.